നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വജ്ര ജൂബിലി കെട്ടിട സമുച്ചയം വ്യാഴാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. SFI, DYFI, ബാലസംഘം താന്യം തെക്ക് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിജയോത്സവം നടത്തി. വാർത്തകൾ തുടരുന്നു. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. എടത്തുരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തുരുത്തി പഞ്ചായത്തുകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. പ്രധാന തോടുകൾ കരകവിഞ്ഞൊഴുകിയതോടെയാണ് തീരദേശ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. എടത്തുരുത്തി 15-ാം വാർഡ് ചേന്ദ്രാപിന്നി ബൈപ്പാസിന് സമീപവും പപ്പടം നഗറിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. പലരും ബന്ധുവീടുകളിലേക്കും മറ്റും മാറി താമസിക്കുകയാണ്. റോഡുകളിലും വെള്ളക്കെട്ട് മൂലം സഞ്ചരിക്കാനാവാത്ത അവസ്ഥയാണ്. SN വിദ്യാഭവൻ പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. എടത്തുരുത്തി, പയ്യന്നൂർ, പല്ല, അയ്യപ്പൻപടി നഗർ, കോഴിത്തുമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കയ്പമംഗലം പഞ്ചായത്ത് 2-ാം വാർഡ് കൂരിക്കുഴി സലഫി വടക്ക് ഭാഗത്തായാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. ഈ ഭാഗത്ത് നിരവധി കുടുംബങ്ങൾ വെള്ളത്തിലാണ്. ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കാളമുറി, കിഴക്ക് വിളക്കുംപറമ്പ്, ഗ്രാമലക്ഷ്മി, വഴിയമ്പലം ബൈപ്പാസ് പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പെരിഞ്ഞനം പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. 2 കുടുംബങ്ങളിൽ നിന്നായി 6 പേരാണ് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ ക്യാമ്പുകളിലുള്ളത്. കൂരിക്കുഴി ബാബുൽ ഉലും മദ്രസയിൽ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പിൽ കയ്പമംഗലം പഞ്ചായത്തിലെ 2-3 വാർഡുകളിലെ 7 കുടുംബങ്ങളിൽ നിന്നായി 13 പേരും, ചാമക്കാല സ്കൂളിലെ സർക്കാർ ആശ്വാസ കേന്ദ്രത്തിൽ എടത്തുരുത്തി പഞ്ചായത്തിലെ 6-ാം വാർഡ് കോഴിത്തുമ്പിലെ 10 കുടുംബങ്ങളിൽ നിന്നായി 18 പേരുമുണ്ട്. പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും ക്യാമ്പുകൾ സന്ദർശിച്ചു. അതേസമയം തിങ്കളാഴ്ച മഴയ്ക്ക് നേരിയ ശമനമായതോടെ വെള്ളക്കെട്ട് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ED ടൈസൺ MLA ക്യാമ്പുകൾ സന്ദർശിച്ചു. അന്തിക്കാട്, താന്യം, ചാഴൂർ പഞ്ചായത്തുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളമുയർന്നു. ചിറയ്ക്കൽ കുറുമ്പിലാവ് GLP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. ആലപ്പാട് പള്ളിപ്പുറം റോഡിലും കോടന്നൂർ മനക്കൊടി റോഡിലും ആലപ്പാട് പുള്ള് റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. മഴ തുടർന്നാൽ ഈ വഴി ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ചാഴൂർ പഞ്ചായത്തിൽ പടവ് കമ്മിറ്റികൾ മത്സ്യകൃഷിയുടെ പേരിൽ അടച്ചിട്ടിരിക്കുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ലൂയിസുകൾ ഉടൻ തുറക്കാൻ നിർദ്ദേശം. ആലപ്പാട്ട് പടവ്, പുള്ള് പടവ് എന്നിവയുടെ ഭാരവാഹികൾക്കാണ് സ്ഥലം സന്ദർശിച്ച് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KB മോഹൻദാസ് നിർദ്ദേശം നൽകിയത്. വെള്ളം സുഗമമായി ഒഴുകിപ്പോകാത്തതിനാൽ ചാഴൂർ, പാറളം, കോൾ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. SFI, DYFI, ബാലസംഘം താന്യം തെക്ക് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മേഖലയിലുള്ള LSS, USS, NMMS, SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ വിജയിച്ച ഏവരെയും പ്രത്യേക മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TV മദനമോഹനൻ അധ്യക്ഷനായി. സഫയർ ഫ്യൂച്ചർ അക്കാദമി CEO ഡോക്ടർ T സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. CPIM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം MV മുകേഷ്, DYFI ചേർപ്പ് ബ്ലോക്ക് സെക്രട്ടറി AS ജിംചാർ, താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KC രാമചന്ദ്രൻ, പെരിങ്ങോട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK കൃഷ്ണൻകുട്ടി മാസ്റ്റർ, SFI താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി EM മുഹമ്മദ് റൌഫ്, ബാലസംഘം ചേർപ്പ് ഏരിയ പ്രസിഡന്റ് പ്രണവ് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ PK സീനത്ത്, ഷൈനി ബാലകൃഷ്ണൻ എന്നിവരും വിവിധ സംഘടനാ നേതാക്കളായ PR സുരേന്ദ്രനാഥ്, AB സുധ, PB അനിൽ, രതി സുരേന്ദ്രൻ, TV പ്രദീപ് കുമാർ, KS ഷൈജു, നിതീഷ്, MD മാളവിക, ആദിശങ്കർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. DYFI വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി അനന്തു K ദിനേശ്, ബാലസംഘം കൺവീനർ KB സതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ
NSS സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സൗഹൃദ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. സിവിൽ എക്സൈസ് ഓഫീസറും വിമുക്തി റിസോഴ്സ് പേഴ്സണുമായ PM ജദീർ ക്ലാസിന് നേതൃത്വം നൽകി. ലഹരിവിരുദ്ധ നോട്ട്ബുക്കുകളുടെ ഉദ്ഘാടനവും നടത്തി. പ്രിൻസിപ്പൽ PS ബിന്ദു, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സ്മിത കുമാർ, അധ്യാപകരായ രാജി, സീമ PB, ടീന ഡേവിസ്, സ്നേഹ ജോസഫ്, NSS വളണ്ടിയർമാരായ ആയിഷ, ഏഞ്ചൽ എന്നിവർ സംസാരിച്ചു. നാളികേരം ചെറുക്കാനും ഉള്ളി സവാള അരിയാനും തുടങ്ങി കടയിൽ പോകാനും തുടങ്ങി അങ്ങനെ ഒരു 5-10 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ഈ പ്രായത്തിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇനി ഇതല്ലാതെയും കായികക്ഷമത നൽകുന്ന മാനസികോല്ലാസം തരുന്ന ഹോബികളൊക്കെ ചെയ്യാം. അതായത് വീട്ടിൽ വളർത്തുന്ന വല്ല മൃഗങ്ങളുണ്ടെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കുക. മഴക്കാലത്തൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഹോബികളൊക്കെ ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ ഒരു 15 നല്ല ശീലം നിങ്ങൾക്ക് എളുപ്പത്തിൽ പിക്ക് ചെയ്യാം. ഇതിൽ നിന്ന് 100 കണക്കിന് നല്ല ശീലങ്ങളിൽ നിന്ന് ഒരു 15 എണ്ണം പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് നൽകാം, നിങ്ങൾ വേറെ ലെവലായിരിക്കും, മാസമായിരിക്കും, വേറെ ലെവലായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും കാര്യം ചെയ്യുന്ന ആൾക്ക് പിന്നീട് ഒരു ദുശീലം ചെയ്യാനായിട്ട് ഗ്യാപ്പ് കിട്ടില്ല, സമയം ഉണ്ടാവില്ല. മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാൻ പറ്റും. കാരണം രാവിലെ വീട്ടിൽ ഇത്ര നല്ല ശീലം ചെയ്യുന്ന ആൾക്ക് മൊബൈൽ എടുക്കാൻ സമയം കിട്ടോ ആലോചിച്ചോ. അപ്പൊ ആരൊക്കെ മൊബൈൽ രാവിലെ എടുക്കുന്നുണ്ടോ എഴുന്നേറ്റിട്ട് അവർ വീട്ടിൽ രാവിലെ ഒന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. കോൺഗ്രസ് ചന്ദ്രാപിന്നി 12, 15 വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. കണ്ണം പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാല ഹാളിൽ നടന്ന കുടുംബസംഗമം രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘാടകൻ ജില്ലാ ചെയർമാൻ അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിൽ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ബുദ്ധനെയും ജൈനനെയും പാഴ്സിയെയും സിഖുകാരനെയും ഇവരെ തന്നെ അവാന്തര വിഭാഗങ്ങളെയും അവശത അനുഭവിക്കുന്നവരെയും അരികുവൽക്കരിക്കപ്പെട്ടവരെയും പ്രത്യേകിച്ച് ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും KV ലോഹിതാക്ഷൻ അധ്യക്ഷനായി. നേതാക്കളായ CS രവീന്ദ്രൻ, സഞ്ജയ് വയനപ്പള്ളി, PD സജീവൻ, ഉമറുൽ ഫാറൂഖ്, വൈശാഖ് ജോഷി, KK രാജേന്ദ്രൻ, ഷിനി സതീഷ്, KK നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CPM മതിലകം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മതിലകം പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഷീജ ബാബു അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, വിരമിച്ച അധ്യാപകരായ TS സജീവൻ, VK മുജീബ് റഹ്മാൻ എന്നിവരെ ആദരിച്ചു. ലോക്കൽ സെക്രട്ടറി PH അമീർ, PH നിയാസ്, TS ഗോപിനാഥൻ, സംസാബി സലീം, ബിന്ദു മോഹൻലാൽ, KY അസീസ്, KV സുന്ദരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സയൻസും മാത്തമാറ്റിക്സും സോഷ്യൽ സയൻസും ഒക്കെ പഠിക്കുന്ന സമയത്ത് അത് മാത്രം പഠിച്ചാൽ പോരാ. അത് പക്ഷേ നിങ്ങൾക്ക് എന്തിനോട് ഉപാധിയാണ്? നിങ്ങൾക്ക് പഠിച്ച് ആ പഠനത്തോടനുബന്ധിച്ച് നല്ല സർട്ടിഫിക്കറ്റുകൾ കിട്ടും. ആ സർട്ടിഫിക്കറ്റുകൾക്കനുസരിച്ച് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ തൊഴിൽ മേഖലയിൽ തൊഴിൽ കിട്ടും. ചിലർക്ക് നല്ല ശമ്പളമുള്ള തൊഴിലായിരിക്കും കിട്ടുക, ചിലർക്ക് പ്രൈവറ്റ് മേഖലയിലാവാം, ചിലർ സ്വന്തമായി ചില സംരംഭങ്ങൾ തുടങ്ങും. അങ്ങനെയൊക്കെ ജീവിക്കാനുള്ളൊരു ഉപാധി ആണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗം. മറ്റൊന്ന്, ഇതെല്ലാം ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് നല്ല അറിവുണ്ട്, നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട്, നല്ല ജോലിയുണ്ട്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഒരംഗം എന്നുള്ള നിലയ്ക്ക് എല്ലാ അവകാശങ്ങളോടും കൂടി ജീവിക്കാൻ എനിക്ക് ഇവിടെ കഴിയും, എനിക്ക് അതിന് അവകാശമുണ്ട് എന്നുള്ള ബോധ്യം, ആ ബോധ്യം നിങ്ങൾക്കുണ്ടാവും. 2 സ്ത്രീകളടക്കം 3 പേർക്കെതിരെ കാപ്പ ചുമത്തി. കുപ്രസിദ്ധ ഗുണ്ടകളായ മനു, സ്വാതി, ഹിമ എന്നിവർക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട കയ്പമംഗലം കാളമുറി പോത്താംപറമ്പിൽ മനുവിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. വലപ്പാട് കരയാമുട്ടം സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ സ്വാതി, വലപ്പാട് സ്വദേശി ഈയാനി വീട്ടിൽ ഹിമ എന്നിവർ കാപ്പ പ്രകാരം 6 മാസക്കാലത്തേക്ക് കൊടുങ്ങല്ലൂർ DYSP ഓഫീസിൽ വന്ന് ഒപ്പുവയ്ക്കണം.
മനു വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഹിമ, സ്വാതി എന്നിവർ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 3 ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ബിജു KR, സബ് ഇൻസ്പെക്ടർ ഹരിഹരൻ PV, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജു AA, വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, സബ് ഇൻസ്പെക്ടർ ഹരി, സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ്, സുബി, സെബാസ്റ്റ്യൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. മലബാർ രാമൻ നായർ സ്മാരക സമിതിയും മണലൂർ തുള്ളൽ കളരിയും സംയുക്തമായി നൽകിവരുന്ന 13ാമത് മലബാർ രാമൻ നായർ സ്മൃതി പുരസ്കാരം കരിവെള്ളൂർ രത്നകുമാറിനും കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരം അനീഷ് മണ്ണാർക്കാടിനും നൽകുന്നതിന് തീരുമാനിച്ചു. കലാമണ്ഡലം പരമേശ്വരൻ, കലാമണ്ഡലം രാധാമണി എന്നിവരടങ്ങിയ ജഡ്ജ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. 10,001 രൂപയും പൊന്നാടയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 ജൂൺ 29 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഗുരുവായൂർ രുക്മണി റീജൻസിയിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് മണലൂർ തുള്ളൽ കളരി ഡയറക്ടർ മണലൂർ ഗോപിനാഥൻ അറിയിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ഓട്ടംതുള്ളലും അരങ്ങേറും. റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്കേറ്റ് ബോർഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടി നാടിന് അഭിമാനമായി 5ാം ക്ലാസ് വിദ്യാർത്ഥിനി അൻവിത സ്റ്റാലിൻ. എങ്ങണ്ടിയൂർ പൊക്കുളങ്ങര മേലേടത്ത് വീട്ടിൽ അൻവിത സ്റ്റാലിൻ ഷാർജ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. UAE-യിൽ ജോലി ചെയ്യുന്ന സ്റ്റാലിൻ ഷിനി സ്റ്റാലിൻ ദമ്പതികളുടെ മകളാണ് അൻവിത സ്റ്റാലിൻ. വലപ്പാട് JDM LP സ്കൂളിൽ വിദ്യാർത്ഥികളിൽ വായനാ താൽപര്യം വളർത്തുന്നതിനായി വായനാ ചന്തം പരിപാടി സംഘടിപ്പിച്ചു. വായനാ ചന്തം പരിപാടിയുടെ ഉദ്ഘാടനവും മികച്ച വിദ്യാർത്ഥി വായനക്കാരനായി വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ ബാപ്പു വലപ്പാട് ഏർപ്പെടുത്തിയ ലല്ല വിദ്യാർത്ഥി വായനാ പുരസ്കാരത്തിന്റെ സമർപ്പണവും നടത്തി. നാട്ടിക ശ്രീനാരായണ കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ PS ജയ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല കുട്ടികളാണ് നിങ്ങൾ. അപ്പൊ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മളുടെ ഇടയിൽ ഇതുപോലെ വായിച്ച് വളരെ മിടുക്കനായിട്ടുള്ള ബുദ്ധിയൊക്കെ നന്നായി വളർന്ന ഒരു കുഞ്ഞാണ് അല്ലേ. ദേവനന്ദാണ് 3ാം ക്ലാസ്സിലെ നിങ്ങളുടെ ദേവനന്ദ് അല്ലേ. അപ്പൊ ദേവനന്ദിനെ ഇന്നൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. ഇതുപോലെ നിങ്ങളെല്ലാവരും നമ്മുടെ ബാപ്പുക്ക് നൽകുന്ന സമ്മാനം വാങ്ങാനായിട്ട് നിങ്ങളെല്ലാവരും വായിക്കണം കേട്ടോ. വായിക്കില്ലേ? ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥി വായനാ പുരസ്കാരവും സമ്മാനിച്ചു. GDM സ്കൂൾ വിദ്യാർത്ഥി KS ദേവാനന്ദ പുരസ്കാരം ഏറ്റുവാങ്ങി. RI സക്കറിയ, പ്രധാന അധ്യാപകൻ CK ബിജോയ്, AC ലിജി, MA ശ്രീദേവി, അനഘ CH തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അതായത് ആദ്യ അക്ഷരം കുറിച്ച എൻ്റെ സ്കൂളാണ്. ആദ്യമായി വായന ആരംഭിച്ച സ്കൂളാണിത്.
എൻ്റെ GDM കോളേജ്. എനിക്കിതൊന്നും കോളേജാണ്, ലോവർ പ്രൈമറി സ്കൂളല്ല. കാരണം എന്നെ ഞാനാക്കിയ, ഞാൻ വളർന്ന അതിനൊരുക്കം തുടക്കം കുറിച്ച എൻ്റെ പ്രിയപ്പെട്ട GDM സ്കൂൾ എന്നും എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കും. ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ ഞാൻ പരിപാടികളുമായി പോകാറുണ്ട്. അവിടെ എല്ലാം ഞാൻ എൻ്റെ GDMത്തെ ഓർമ്മപ്പെടുത്തും. കാരണം അതെനിക്ക് കടപ്പാടുണ്ട്. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വജ്ര ജൂബിലി കെട്ടിട സമുച്ചയം വ്യാഴാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കോളേജിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പോളിടെക്നിക് പദ്ധതി, പ്രാദേശിക സാങ്കേതിക വികസന പദ്ധതി, സാങ്കേതിക തുടർ വിദ്യാഭ്യാസ പദ്ധതി, കാനഡ ഇന്ത്യ വിദ്യാഭ്യാസ സഹകരണ പദ്ധതി, ഭിന്നശേഷി സൗഹൃദ സാങ്കേതിക വിദ്യാഭ്യാസ പദ്ധതി, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് എന്നിവയ്ക്ക് പുറമെ ആമസോൺ വെബ് സർവീസ് അക്കാദമിയുമായി സഹകരിച്ചും കോളേജ് പ്രവർത്തിക്കുന്നു. 5 ഡിപ്ലോമ കോഴ്സുകളിലുള്ള സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ ത്രിവത്സര ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ 2024 ഒക്ടോബറിൽ ദേശീയ അക്രഡിറ്റേഷൻ സമിതിയുടെ അംഗീകാരവും ലഭിച്ചിരിക്കുന്നു. കോളേജിന്റെ അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി 10 കോടി രൂപയോളം ചെലവാക്കി നിർമ്മിച്ച പുതിയ വജ്ര ജൂബിലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജൂൺ 19 തീയതി ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിക്കും. കൂടാതെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും കോളേജ് അധികൃതരും പരിപാടിയിൽ പങ്കെടുക്കും. NBA അക്രഡിറ്റേഷൻ ലഭിച്ച വകുപ്പുകൾക്കുള്ള അനുമോദനവും നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ബാബുരാജ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ടോറൽ HOD EP അജയ്കുമാർ, എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക് HOD CA അരുൺ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജിൻഡോ ഫ്രാൻസിസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെയും അതിന്റെ ദോഷവശങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുന്നതിനായി ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ലഹരി ഒരുക്കുന്ന ചതിക്കുഴികളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെപ്പറ്റിയും വാടാനപ്പള്ളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ ഡോക്ടർ M ദിനേഷ് ബാബു, ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ, മാനേജർ PK ഹൈദരാലി, വൈസ് പ്രിൻസിപ്പൽ നാദിര ജാബിർ, ലീഗൽ സെൽ വോളണ്ടിയർ പ്രഭ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലഹരി വിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നതായിരുന്നു ക്ലാസ്. താലൂക്ക് ലീഗൽ സെൽ ചാവക്കാടിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. UAEയിലുള്ള വാടാനപ്പള്ളി നിവാസികൾ രൂപീകരിച്ച പ്രവാസികളുടെ സംഘടന ഗണേശമംഗലം SMUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. UAE വാപ്സ സംഘടനയുടെ പ്രതിനിധി ആന്റണി പെരുമാടൻ, പൊതുപ്രവർത്തകനായ ജുബുമോൻ എന്നിവർ പഠനോപകരണങ്ങൾ നൽകി. പ്രധാനാധ്യാപിക രാഖി, മദർ PTA പ്രസിഡന്റ് റംല എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര സെറാഫിക് CGH സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. റിട്ടയർഡ് മേജർ ജനറലും നാഷണൽ ഫ്ലോറൻസ് നൈറ്റ്ഗേൾ അവാർഡ് ജേതാവുമായ PD ഷിന ഉദ്ഘാടനം ചെയ്തു. ACC പ്രൊവിൻസ് കോപ്പറേറ്റീവ് മാനേജർ റവനന്റ് സിസ്റ്റർ റാണി കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ടെസിംഗ് ജോസഫ്, പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോൺ മൂലൻ, ലോക്കൽ മാനേജർ റവനന്റ് സിസ്റ്റർ ഷെർലി തട്ടിൽ, PTA പ്രസിഡന്റ് ബൈജു TB, വികസന സമിതി ചെയർമാൻ MP സജീവ, MPTA പ്രസിഡന്റ് കീർത്തി സ്റ്റാൻലി, വിദ്യാർത്ഥി പ്രതിനിധി ദേവലക്ഷ്മി UA എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസ് റോസി ദേവസി വിതരണം ചെയ്തു. ഫുൾ A+, 9 A+, 8 A+ നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും സമ്മാനിച്ചു. ഞാനിപ്പോൾ ചോദിക്കുകയായിരുന്നു, ഈ സ്കൂളിന്റെ പേര് തന്നെ അതിന്റെ മീനിങ് എന്താണ്? സെറാഫിക് എന്ന് പറയുന്നത് ദിവ്യമായ, പരിശുദ്ധമായ, മാലാഖയെ പോലെയുള്ള ഉള്ളൊരു അർത്ഥമാണ് ഈ സ്കൂളിൻ്റെ. സോ നിങ്ങളൊക്കെ ഈ ദിവ്യമായ സ്കൂളിൽ പഠിച്ചു വരുമ്പോൾ സം ഡിവിനിറ്റി, എന്തൊരു ദിവ്യത നിങ്ങളിൽ എല്ലാവരും ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടോ ഇല്ലേ? എന്തൊക്കെയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ സ്കൂൾ 1948 3 വിദ്യാർത്ഥികളും 27 വിദ്യാർത്ഥികളും 3 അധ്യാപികളുമായിട്ടാണ് തുടങ്ങിയതെന്ന് അറിയുന്നത്. അതിന് വളർന്ന് 2025 എത്തുമ്പോൾ എല്ലാ ജനറേഷനിൽ കൂടിയും ഈ ദിവ്യത എന്നുള്ളൊരു പ്രത്യേകത കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ റിസീവ് ചെയ്തിരിക്കും. അത് നിങ്ങൾ അവെയർ അല്ല എന്ന്. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കായി മഹാത്മാ ക്ലബ്ബും തൃപ്രയാർ ലൈബ്രറിയും സംയുക്തമായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ സീന ജോസഫ് നിർവഹിച്ചു. ഇത്രയും വലിയ ഒരു പരിപാടി, ഈ ഒരു പരിപാടിയിൽ ഒരു അധ്യക്ഷ സ്ഥാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ ഈ പരിപാടി വരാമെന്ന് സമ്മതിച്ചത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞങ്ങളുടെ സ്കൂളിൽ NSSൻ്റെ ഭാഗമായിട്ട് നടത്തിയതായ ഒരു പുസ്തകമേള എന്ന് പറയാൻ പറ്റില്ല, പുസ്തകങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തൽ, വിവിധ അറിവിൻ്റെ വിവിധ വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പരിപാടി അറേഞ്ച് ചെയ്തപ്പോൾ ഞങ്ങളുടെ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ മഹാത്മാ ലൈബ്രറിയെ സമീപിച്ചു. അവരുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ആ പരിപാടി ഞങ്ങളുടെ സ്കൂളിലെ വിജയകരമായി നടപ്പിലാക്കിയത്. പ്രസിഡന്റ് ഇ ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TB മായ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ KK വിഷ്ണു, ഭാരതീയ സ്വാമികൾ അനുമോദന പ്രഭാഷണം നിർവഹിച്ചു. 18ാം വാർഡ് മെമ്പർ ശ്രീകല സന്തോഷ്, തൃശൂർ താലൂക്ക് ജില്ലാ കൗൺസിൽ AK രാജൻ, ജോയിന്റ് കൺവീനർ സജിൻ മേനോൻ, സെക്രട്ടറി C പ്രേംകുമാർ, ശിവദാസൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ SSLC+2 പരീക്ഷകളിൽ
ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും അംഗനവാടി സർവീസിൽ നിന്നും റിട്ടയർഡ് ചെയ്ത ടീച്ചർമാരെയും ആദരിച്ചു. ചാഴൂർ സി അച്യുതമേനോൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ K രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രജനി തിലകൻ, PS നജീബ് എന്നിവർ സംസാരിച്ചു. ആദിത്യൻ PA, മൂന്നാം വാർഡ് ശ്രീനന്ദ സി. വലപ്പാട് ചരുവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചരുവിൽ ക്ഷേത്ര കുടുംബാംഗങ്ങളുടെ മക്കളിൽ SSLC +2 MSc പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ക്ഷേത്രത്തിൽ വെച്ച് ആദരിച്ചത്. ക്ഷേത്രം പ്രസിഡന്റ് CV കുട്ടൻ അധ്യക്ഷത വഹിച്ചു. CK സഹജൻ സമ്മാനദാനം നിർവഹിച്ചു. സെക്രട്ടറി CB രാജീവ്, CG സുഭാഷ്, CK കുമാരൻ, CK ശ്രീധരൻ, CK പവിത്രൻ, CV സുരേഷ്, CV രാധാകൃഷ്ണൻ, CV ചന്ദ്രൻ, സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപവും നടന്നു. ഗിഫ്റ്റും അതോടൊപ്പം തന്നെ ക്യാഷ് അവാർഡും കൊടുത്തു വരാറുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ വന്നില്ലെങ്കിലും സാധനപ്പാപ്പ വിളിച്ച് ചോദിക്കും, എന്താ രാജീവ് ഇത്തവണ നിങ്ങൾ കൊടുക്കണില്ലേന്ന്. അങ്ങനെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിലുണ്ട്. അതുപോലെ തന്നെ സുമാർപ്പാപ്പൻ, സുഭാഷ്, ഇവരൊക്കെ ഇതിനു വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടി മുന്നണിയിൽ നിൽക്കുന്ന ആളുകളാണ്. കിഴുപ്പിള്ളിക്കര ജനകീയ സമിതി കൺവീനറും CPI താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി അംഗവുമായ TV ദീപുവിന്റെ വീടിനു നേരെ ഗുണ്ടാക്രമണം. തിങ്കളാഴ്ച രാത്രി മയക്കുമരുന്ന് കേസിലും നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയായ കല്ലിങ്ങൽ സൽമാന്റെ നേതൃത്വത്തിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘം വീട്ടിൽ കയറി ബഹളമുണ്ടാക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തിൽ കിഴുപ്പിള്ളിക്കര കല്ലിങ്ങൽ വീട്ടിൽ സൽമാൻ, കിഴുപ്പിള്ളിക്കര വെല്ലുശ്ശേരി വീട്ടിൽ രമേശ് എന്നിവരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സൽമാൻ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പൊതുസ്ഥലത്ത് മദ്യപാനം നടത്തിയതിനും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റതടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അന്തിക്കാട് SI സുബിന്ദർ, സിവിൽ പോലീസ് ഓഫീസർ സജു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വജ്രജൂബിലി കെട്ടിട സമുച്ചയം വ്യാഴാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. SFI, DYFI, ബാലസംഘം താന്യം തെക്ക് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിജയോത്സവം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.